പ്രതിപക്ഷം ആക്രമണത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരം മൂർച്ച കടുപ്പിക്കുകയാണ്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. ഇപ്പോൾ ആ പുറത്തുവന്ന ദൃശ്യങ്ങളിലെ മർദ്ദനം മാത്രമല്ല, 45 തവണയെങ്കിലും ക്രൂരമായ ആക്രമണം ഉണ്ടായി, മർദ്ദനം ഉണ്ടായി എന്നാണ് സഭയിൽ നിന്ന് റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത്. മൂന്നോ നാലോ ചെറുപ്പക്കാർ അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ കാണുകയായിരുന്നു. പോലീസ് എത്തി അവരെ ചോദ്യം ചെയ്യുന്നു. അതിന് പിന്നാലെ സുജിത്ത് അവിടേക്ക് എത്തുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു. അകാരണമായി അതിക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായി സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി മറുപടി തൃപ്തികരമല്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം. അതിന് പിന്നാലെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചപ്പോൾ സഭാ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2 MLA-മാരുടെ സത്യഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രശാന്ത് കൃഷ്ണയുണ്ട് സഭയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ 2 MLA-മാരുടെ സത്യഗ്രഹ സമരം ഉൾപ്പെടെ അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും വളരെ പ്രധാനമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതുപോലെ ബ്രിട്ടീഷ് കാലത്തെ പോലീസിന്റെ കാര്യങ്ങൾ പറയുന്നു, 57-ന് മുൻപുള്ള കാര്യങ്ങൾ പറയുന്നു, 57-ന് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ പഴയ കാര്യങ്ങൾക്കപ്പുറത്ത് ഈ കുന്നംകുളം ഉൾപ്പെടെ ഓരോ വിഷയത്തിലും കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ കൂടുതൽ നടപടിയോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല. അതും പ്രതിപക്ഷത്തിന്റെ സമരത്തിന് കൂടുതൽ ഊർജ്ജമേവുകയല്ലേ? സഭ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ പ്രക്ഷുബ്ധമായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം കൃത്യമായ തീരുമാനമെടുത്ത് തന്നെയാണ് വന്നത്. അതായത് സർക്കാർ ഈ കുറ്റക്കാരായ പോലീസുകാരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ലോക്കം മർദ്ദനം നടപ്പാക്കിയ പോലീസുകാരെ പിരിച്ചുവിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ MLA അടുത്ത സമര പരിപാടി ഘട്ടത്തിലേക്ക് നീങ്ങാം എന്ന തീരുമാനത്തിൽ തന്നെയാണ് വന്നത്. അതിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി മുൻകാലങ്ങളിലുള്ള UDF ഭരണകാലത്തെ പോലീസിൻ്റെ അതിക്രമങ്ങളിൽ അന്നത്തെ സർക്കാരുകൾ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഈ സർക്കാർ വന്ന ശേഷം പോലീസിൻ്റെ രൂപവും സ്വഭാവവും മാറി എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുമ്പോഴും പിരിച്ചുവിടൽ എന്ന പ്രധാനപ്പെട്ട നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. സഭാ കവാടത്തിൽ 2 MLA-മാർ സനീഷ് കുമാർ ജോസഫും AK മഷ്റഫും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, 12 ദിവസം മാത്രമാണ് ഈ സഭാ സമ്മേളനം ചേരുന്നത്. അത് ഇന്നലെ തുടങ്ങി 19-ാം തീയതി വരെ, അതിനുശേഷം 29, 30 തീയതികൾ, ഒക്ടോബർ 6 മുതൽ 10 വരെ. അപ്പോൾ ഈ ഇടവേളകളുള്ള ദിവസം ഈ സത്യാഗ്രഹം തുടരുമോ എന്ന കാര്യം ഒരു വശം നിൽക്കുന്നു. കാരണം ഇതൊരു നിയമസഭാ സെഷൻ ആയതുകൊണ്ട് തന്നെ തുടർച്ചയായി അല്ലെങ്കിൽ പോലും സഭ സമ്മേളിക്കുന്ന അവസാനം വരെ സഭയ്ക്കകത്ത് തന്നെ ഈ 2 MLA-മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാർ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഈ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹം തുടരുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഭാ സമ്മേളന കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ സമരം സഭയ്ക്ക് പുറത്തേക്ക് പുതിയ രൂപത്തിൽ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് തന്നെ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെ മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഊന്നിയായിരുന്നു. അത് മുൻകാലങ്ങളിൽ UDF സർക്കാരുകളുടെ കാലത്ത് ഈ ക്രിമിനലുകളായ പോലീസുകാരെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സർക്കാർ വന്ന ശേഷം 2016 മുതൽ ഈ 2025 സെപ്റ്റംബർ വരെ 144 പോലീസുകാരെ ഈ പിണറായി വിജയൻ സർക്കാരുകൾ, 2 സർക്കാരുകൾ പിരിച്ചുവിട്ടിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് ഒരൊറ്റ കാര്യമാണ്: പോലീസിൻ്റെ പുതിയ സമീപനം ഉൾക്കൊള്ളാത്തവരുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്യുന്ന പോലീസുകാർ എന്നത് പഴയ ഹാങ് ഓവറിൽ നിൽക്കുന്നവരാണ്. അതായത് UDF സർക്കാരിൻ്റെ നയം നടപ്പാക്കുന്നവരാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ല. അപ്പോഴും ഈ പോലീസുകാരെ പിരിച്ചുവിടുമോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമായിരുന്നു പ്രധാനമായും നൽകിയത്. അതായത് പോലീസുകാർക്കെതിരായ കുറ്റത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് പിരിച്ചുവിടൽ അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നതാണ്. അപ്പോഴും ഈ ക്രൂരമായ ലോക്കം മർദ്ദനം നടപ്പാക്കിയ പോലീസുകാരുടെ പ്രവൃത്തി ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടും അവർക്കെതിരെ സർക്കാർ ആ വിഷയത്തെ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം.